Hi guys, welcome back to my channel Surumi Bros. Today topic ഒരു interlock cleaning tips video ആണ്. നമ്മുടെ കാർ പോർച്ചിൽ അതുപോലെ സിറ്റ് ഔട്ടിൽ നമ്മുടെ അതുപോലെ അലക്ക് കല്ലിൻ്റെ ഭാഗത്ത് എവിടെയാണെങ്കിലും ഇന്റർലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു കിടിലൻ ടിപ്സ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ നമ്മളിടുന്ന എല്ലാ കിടിലൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഈ വീഡിയോയിൽ എനിക്ക് 2 അസിസ്റ്റൻറ്റുമാരുണ്ട്. എൻ്റെ കൽബുകൾ, എൻ്റെ ഫനും ഫിദും. ഒരാൾ മദ്രസയിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷയും മറ്റേ ആൾ 10th ഇപ്പോൾ. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ബിസിയാണ്, പഠിക്കാനെല്ലാം ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ അവരെ ഇപ്പോൾ വീഡിയോ എന്നെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഉഷാറായിട്ട് വരും. ഫിദുവിന് ഡിസ്റ്റിങ്ഷനുണ്ട് പൊതുപരീക്ഷ ക്ലാസ്സിൽ. അപ്പോൾ നമ്മളിന്ന് വിറകൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ ഇൻ്റർലോക്ക് ആകെ മൊത്തത്തിലൊന്ന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരും നല്ല ക്ലീനിങ്ങിലാണ്. വിറകിൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ വേസ്റ്റ് ആക്കിയതല്ല കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താന്ന്. ഇത് അങ്ങനെയല്ല, വിറക് ഇറക്കിയതായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള എല്ലാ അഴുക്കുകളും പെട്ടെന്നൊന്ന് ക്ലീൻ ഒന്ന് നമ്മൾ ചൂലുപയോഗിച്ചിട്ട് ടോട്ടലൊന്ന് ഫ്രഷ് ചെയ്തിട്ട് എടുക്കുക. മുറ്റത്തെ വേസ്റ്റുകളെല്ലാം ടോട്ടലൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ മുറ്റം വലിയൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് നനച്ചിടണം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അത് നനച്ചിട്ടിട്ട് ഇതിൻ്റെ പൊടികളെല്ലാം ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റ് നമുക്ക് ബാക്കി ഡ്യൂട്ടികളെല്ലാം ചെയ്യാം. അപ്പോഴേക്ക് ഇതൊന്ന് പൊതിർന്ന് വന്നോളും. എന്തെങ്കിലും കറയോ അതുപോലെ ഇപ്പോൾ വിറകിറക്കിയപ്പോൾ അതിൻ്റെ കറകളെല്ലാം പറ്റിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റിൻ്റെ പൊടി മൊത്തത്തിൽ ആകെ ഇതായി കിടക്കുകയാണ്. പക്ഷേ ഞാനീ പറയുന്ന ടിപ്സ് ഒന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് പോളിഷ് ചെയ്തതുപോലുള്ള ഒരു ക്ലിയറാണ് കിട്ടുക. ഇതാ കണ്ടോ, ഇതിൻ്റെ ഇടഭാഗത്തും എല്ലാം പൊടി നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതുപോലെ ഞങ്ങളുടെ പേരക്ക മരത്തിൽ നിന്ന് കാക്ക ഇരുന്നിട്ട് അപ്പിയിട്ടിട്ട് അതും ടോട്ടൽ ഒരു ആകെ. അപ്പോൾ വലിയ പൈപ്പ് ഫനു പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, സിമെൻ്റ് എല്ലാം ആയിട്ട് ഇൻ്റർലോക്കിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് കയറുന്ന വലിയ പൈപ്പാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്ഷൻ മാറ്റിയിട്ട് മൊത്തത്തിലാകെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ട്. നനയുമ്പോൾ അതിലെ കറകളെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ അതൊന്ന് പൊതിരുകയും ചെയ്യും. ആ ഭാഗം നമുക്ക് കൂടുതലൊന്ന് നമ്മൾ ബ്രഷ് ഒന്നും എടുത്തിട്ട് കൂടുതൽ ടൈം ഉരച്ചിട്ട് കയ്യിൻ്റെ ഒന്നും വേദന ഒന്നും ഇളകേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തിൾ പൊടി. ഇത് തൽക്കാലം ഞങ്ങൾ ഇവിടെ വാങ്ങിയതാണ്. ഹാർഡ്വെയർസിൽ എല്ലാം അവൈലബിൾ ആണ്. ഇത് ഇത്തിൾ പൊടി എന്ന് പറഞ്ഞാൽ കിട്ടും. കൂടുതൽ റേറ്റ് ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് മൊത്തത്തിൽ ഞങ്ങൾ നനച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം എവിടെയെല്ലാം കൂടുതലായിട്ട് കറ പിടിച്ചിട്ട് കിടക്കുന്നുണ്ടോ അവിടെ എല്ലാം കൂടുതലായിട്ട് ഇടുക. ചെടിയിലേക്കൊന്നും അടുത്തുണ്ടെങ്കിൽ പെടണ്ട കേട്ടോ. ഇത് അതിൻ്റെ ഇടയിലുള്ള കറകളെ വരെ ഇളക്കിപ്പിക്കുന്ന ഒരു സാധനമാണ്. നല്ല നമ്മൾ പോളിഷ് ചെയ്തതുപോലെ ഉണ്ടാവും. അത് ഒരിക്കൽ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കൊണ്ട് മനസ്സിലാവും. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ബ്രഷോ ചൂല എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ടോട്ടലൊന്ന് ഒരുപോലെ ആക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ പൈപ്പ് കൊണ്ടല്ലാതെ നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് തൂവി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പൈപ്പ് കൊണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ അത് ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. അതിന് പകരം വെള്ളം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് പാറ്റി കൊടുക്കുക. ഇതാ കണ്ടോ, അത്ര ശക്തിയായിട്ട് പൈപ്പ് കൊണ്ട് എടുത്തിട്ടും പോവാത്തത്ര അഴുക്ക് മുറ്റത്തുണ്ട്. ഞങ്ങൾ ആദ്യം വീക്ക്ലി ഇതിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയല്ല, അന്ന് ഒരുപാട് സ്ട്രെസ് എടുക്കണം. ബ്രഷ് കൊണ്ട് ഒരതി 3-4 പേര് ഞങ്ങളെല്ലാവരും കൂടി ഞായറാഴ്ച ഇസ്കാക്കാക്ക് ലീവുള്ള ടൈമിലൊക്കെ എല്ലാവരും കൂടി ഇറങ്ങാറാണ് പതിവ്. ഈ ഒരു ഐഡിയ ഇസ്കാക്കാക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ്. ടോട്ടൽ ഇങ്ങനെ ഒന്ന് നമ്മൾ സ്പ്രെഡ് ആയതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമ്മൾ ആ ഭാഗത്തേക്ക് പോവേ വേണ്ട, നന്നായിട്ട്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ വെയിലുള്ള ടൈമിൽ തന്നെ ചെയ്യാം. തണലുള്ളതിനേക്കാളും ഒരു റിസൾട്ട് ഉണ്ട് വെയിലത്ത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ.
10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ആ ടൈമിൽ വേണമെങ്കിൽ ചൂല് കൊണ്ട് നമുക്കിതിൻ്റെ പൊടി ഈ ഭാഗത്ത് ഇങ്ങനെ പറ്റി കിടപ്പുണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. ഒരുപാടൊന്നും സ്ട്രെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മുറ്റമൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോൾ അത്രയും നമ്മൾ കൈ വേദനിക്കണം. ഇൻ്റർലോക്ക് ക്ലീനർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരുപാട് സ്ട്രെസ് നമ്മൾ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഞങ്ങളത് വെച്ചിട്ട് ഇവിടെ കാറ് കഴുകുന്നത് വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനും ഭയങ്കര പാടാണ്. പക്ഷേ ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുറ്റം നമ്മൾ പോളിഷ് ഇൻ്റർലോക്ക് ഇട്ട ടൈമിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള അതേ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ബാത്റൂമിൻ്റെ തിണ്ണയിൽ അതുപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന അലക്ക് കല്ലിൻ്റെ അടുത്തെല്ലാം നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്ക് പതിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടുള്ളതെല്ലാം ആയാലും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതാ ഞങ്ങളുടെ മുറ്റം പഴയ പോലെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് നനഞ്ഞ ഉടനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെഡ് കളറ്. ഇനി ഇത് ഉണങ്ങി വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറുന്നുണ്ട്. എന്നാലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർലോക്ക് ഉള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഷെയർ ചെയ്യാൻ മറന്നാലും വേണ്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്താൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും മറക്കല്ലേ. ഇത്തൽപ്പൊടി ആഡ്വേഴ്സിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ കക്കയുടെ തോടും കല്ലുപ്പും 1 മാസം ഒരു കവറിലിട്ട് വെച്ചാൽ മതി. ഇത്തിൾ പൊടിയായിട്ട് വന്നോളും. ഇനി എത്ര മെനക്കെടേണ്ട ആവശ്യമില്ല, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.